ഈ വണ്ടിക്കാണ് നമ്മൾ വന്നത്. പുറത്ത് നല്ല പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ പുറത്ത്. ഞങ്ങൾ ജാക്കറ്റ് ഒന്നും എടുത്തില്ല. എന്താ കാർത്തേ ആലിക്കല്ല് എന്താ ആലിപ്പഴം വീഴുന്നു. ഫുള്ള് ആലിപ്പഴം വീഴുന്നുണ്ട്. അയ്യോ ഇത് കോട്ട ഉണ്ടായിരുന്നാലും പോകാനാവില്ലായിരുന്നോ എന്ന്. കോട്ട് എടുത്തില്ല, അത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ കോട്ട് മേടിക്കാനും എവിടെയും ഇതുണ്ടെന്ന് തോന്നുന്നില്ല, വകുപ്പുണ്ടെന്ന്. ഇങ്ങനെ മഴയാണെങ്കിൽ കാർഗിൽ പോകാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. ഇതേ വലിയ കല്ല് വീഴുന്നു. അയ്യോ ഇതിന്റെ ബൈക്കിന് എങ്ങനെ പോകാനാ? വലിയ കല്ല വീഴുന്നത്. എന്താണ് കേരള ടു ലഡാക്ക്. 2-3 പേര് വന്നിട്ടുണ്ട്. 3 വണ്ടി കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒന്നരല്ലേ ഇവിടെ സൈഡാക്കുക. ആലിപ്പഴം വീഴുന്നോണ്ട് ബൈക്കിന് പോകാൻ പറ്റത്തില്ല. വേണ്ട അപ്പാ, പ്രതീക്ഷിക്കാതെ ഒരു മഴ വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ടോണി പറഞ്ഞാൽ നിങ്ങളൊരു കോട്ടൊക്കെ എടുത്തരേ. നിങ്ങൾ കോട്ടൊന്നും മേടിച്ചില്ല. ശ്രീനഗറിൽ പോയി മേടിക്കാൻ നിർത്തണമുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ ആ ടണലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ. ഇപ്പം ചെറുതായിട്ട് തൂളുന്നുണ്ട്. ഉണ്ട്, ഇവിടെ നല്ല വെയിലും ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോൾ മാറുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചെറിയ ചാറ്റൽ മഴയും വെയിലും ഉണ്ട്. ഇപ്പോൾ എവിടുന്നേലും ഒരു കോട്ട് മേടിക്കണം, പ്ലാസ്റ്റിക് കൂടെങ്കിലും മേടിക്കണം. കാരണം ബാഗ് നനയാൻ പാടില്ലല്ലോ. മാത്രത്തിന്റെ കസായില്ല കാപ്പുന്ന. അപ്പോൾ നമ്മളുടെ മാഗി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. മാഗി റെഡിയായി കണ്ടോ. കഴിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം. ഇനിയിപ്പോൾ 6 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ റോഡ് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പോകാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറിയേ. ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് സംഭവം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആലിപ്പഴം വീണ് മഴ. ഓ അല്ല എറിഞ്ഞ് പിടിപ്പിക്കുന്നതൊക്കെ എത്ര വലിയ കഷ്ടമാണെന്നറിയാം വീഴുന്നു. ഗാഡി പിരാട് ഈ സൈഡ് ഗാഡിയുണ്ട്, ആ സൈഡ് ഗാഡി. ഈ സെഞ്ചു പോ. പോട്. അയ്യോ പെട്ടെന്ന് അങ്ങോട്ട് ക്ലൈമറ്റ് മാറിയത്. ഇവിടെ നമ്മളാണെങ്കിൽ ഒരു കോട്ട് പോലും എടുത്തിട്ടില്ല. പിന്നെ മേടിക്കാൻ പറഞ്ഞിട്ട് വന്നതാ. പിന്നെ മേടിച്ച് ഇപ്പോൾ ഈ കോലത്തിലായി. അപ്പോൾ അവനാ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കണോണ്ട് അവന് കൊടുത്തു. നമ്മൾ എത്ര 140 കിലോമീറ്റർ ഓടിച്ചു. പിന്നെ ഓടിച്ചില്ല. കൈയെല്ലാം മരവിച്ചിട്ടാ. അവിടെ കേരളക്കാരെല്ലാം ഫുള്ള് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മുഴുവൻ ജാക്കറ്റും എല്ലാം ഫുള്ള് സെറ്റപ്പിലാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. അവരിപ്പം പുറകെ എത്തും മിക്കവാറും. ഒറ്റയടിക്ക് അങ്ങ് ക്ലൈമറ്റ് മാറിപ്പോയി. പല്ല് വരെ ഗിടുകിടാന്നും പറഞ്ഞു ഇറക്കിയ. മഴ കുറച്ച് കുറഞ്ഞു. ഇനി എപ്പോഴാണ് മഴ വരുന്ന നേരത്തില്ല. അതിന് മുമ്പേ എവിടുന്നേലൊരു ഓക്കെ മഴ വരുന്നതിന് മുമ്പേ എവിടുന്നേലൊരു ജാക്കറ്റ് ഒരു കൂടെങ്കിലും സംഘടിപ്പിക്കണം. മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകെ കെട്ടിയേക്കുന്ന ബാഗിനൊന്നും കവർ ചെയ്തിട്ടില്ല. ഇടാനുള്ള ഡ്രസ്സൊക്കെ അതിനകത്ത്. ഞങ്ങൾ
ഒരു ഡ്രസ്സ് വെച്ചിട്ട് ഒരു 2 ദിവസം കൊണ്ടുപോകാന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ 2 ദിവസം പോയിട്ട് ഒരു ദിവസം തന്നെ മുഴുവൻ ഇടാൻ കിട്ടത്തില്ല. നല്ലോണം ചെളിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉള്ളതുകൊണ്ട് എൻ്റെ ചെമ്മരിയാട് നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനി 80 കിലോമീറ്റർ ഉണ്ട്. ഇനി 90 കിലോമീറ്റർ എടുത്തോണ്ടെന്ന് തോന്നുന്നു. ഇനി 90 കിലോമീറ്റർ എടുത്തോണ്ട് ഇനി ശ്രീനഗറിന്. ഇപ്പോൾ രാവിലെ ഇറങ്ങുമായിരുന്നേ നേരത്തെ എത്തിയാണ് കേട്ടോ. രാവിലെ നമുക്ക് ഈ വണ്ടി എടുക്കേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. അതാണ് ഇത്ര പ്രശ്നം വന്നത്. അപ്പം നാളെ രാവിലെ എനിക്ക് വിടണം. രാവിലെ ഇവിടെ പെട്ടെന്ന് തന്നെ നേരം വെളുക്കും. 5:30 കഴിഞ്ഞ് 6 മണി ആവുന്നതിന് മുമ്പ് നല്ല വെട്ടം വീഴും. രാത്രി ആവുന്നതുകൊണ്ട് താമസിച്ചു കേട്ടോ. രാത്രി ആവുന്ന ഏകദേശം ഇന്നലെ നമുക്ക് 7:45 വരെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒട്ടും മഴ പെയ്തിട്ടില്ല. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ആലിപ്പഴമെല്ലാം അടിച്ച് നമുക്ക് കോട്ടൻ്റെ പോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്കും ശക്തിയിലാണ് ഒന്ന് അടിച്ചുകൊണ്ടായിരുന്നു. ഇവിടെ മഴ ഒട്ടും പെയ്തിട്ടില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇവൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ, ഇവൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി, ഇല്ലെങ്കിൽ ഇറങ്ങൂലായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ഇനി ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വലിയ മഴ അങ്ങനെ പെയ്തിട്ടുണ്ട്, പിന്നെ കഴിഞ്ഞില്ലേ. പിന്നെ അവിടെ പോയി നിൽക്കും. അവിടെ ടണലിനുള്ളിൽ അങ്ങനെ നിൽക്കാൻ വിടുന്നതല്ല. എന്നാൽ നമ്മൾ ഇത്ര ആലിപ്പഴം മീനുകൊണ്ട് മാത്രം നമ്മളവിടെ നിർത്തിയത്. എന്തെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട്. ഇല്ലെങ്കിൽ അവരവിടെ നിർത്തൂല. ഈ വീഡിയോ ഒക്കെ എങ്ങനെയാണ് മിക്കവാറും ബോറടിക്കാറ്. കാരണം നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഇടുന്നതൊക്കെ ആദ്യമായിട്ടല്ലേ. ഇനിയിപ്പോൾ എടുത്തെടുത്ത് ശീലമാണ്. അതിൻ്റെ ഇങ്ങനെ നമുക്ക് പറയാനൊക്കെ നമുക്ക് ഭയങ്കര മടിയാണ്. സംസാരിക്കാനൊക്കെ നമുക്ക് അത്ര അറിയത്തില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണും. പക്ഷേ എൻ്റെ വീഡിയോ ഞാൻ തന്നെ ഇരുന്ന് കാണുന്നിടത്ത് ഞാൻ കുറച്ച് നേരം കണ്ടുമ്പോൾ ഞാൻ പിന്നെ സ്കിപ്പ് അടിച്ചുകൊണ്ട് പോകും. കാരണം ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവം നമുക്ക് അവിടെ പിടിച്ചിരുത്തുന്ന കൂട്ടൊരു സംഭവം അതിൽ വരലില്ല. സോ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കത്തുള്ളൂ എന്നൊരു സമാധാനം. ഈ നീല ഷെയ്ഡ് ഉള്ളത് മഴക്കാർ കാണുന്നുണ്ടോ? ഈ മഴക്കാർ നമ്മൾ ആവുന്നത്ര പെട്ടെന്ന് പാസ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നല്ല മഴയായിരിക്കും. നല്ല പെരും മഴയായിരിക്കും അവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ആലിപ്പഴം വീഴാൻ തുടങ്ങിയപ്പോൾ മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പാസ്സായി പോയില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് മുഴുവൻ നനയും. പക്ഷെ പാസ്സാവില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എവിടെയും സൈഡാക്കുമോ, അതായിരിക്കും നല്ലത്. സ്ഥലമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പെടും. ഇതിപ്പം കുറേ അങ്ങ് കിടക്കുന്നത്. സോ അത് പാസ്സായി പോകണമെങ്കിൽ പോകുന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. പോകാനുള്ള സാധ്യത കുറവാണ്. ശ്രീനഗർ 64 കിലോമീറ്റർ കൂടി ഉണ്ട്. അതിൻ്റെ കൈയെല്ലാം മരവിക്കാൻ തുടങ്ങി. നമ്മളെന്ന് വെച്ചാൽ നമുക്കറിയാം അങ്ങോട്ട് തണുപ്പുണ്ട്, ജാക്കറ്റും ഇതുമെല്ലാം വേണ്ടതാണ്. പക്ഷെ നമ്മളോർത്തനുസരിച്ച് ശ്രീനഗർ വരെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാൻ വേണ്ടി പോയില്ല. ലേറ്റായതുകൊണ്ട് പെട്ടെന്ന് ശ്രീനഗർ എത്താൻ പറ്റുവാണെങ്കിൽ ശ്രീനഗർ എത്താം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം അങ്ങ് പോകും. ശ്രീനഗർ ഈ ഗ്യാപ്പിൽ എത്താൻ പറ്റുവാണെങ്കിൽ എത്തിയിട്ട് പിന്നെ അവിടെ നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ഇന്ന് രാത്രിയിൽ പുറത്തിറങ്ങിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ ഓർത്തോണ്ടായിരുന്നു. പക്ഷേ അതിന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അവിടെ എത്താൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല. കൈയൊക്കെ ചെറുതായിട്ട് കോച്ചി പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് ക്ലൈമറ്റിന്. ഇവിടുത്തെ ക്ലൈമറ്റ് മാത്രം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് സഡന്നായിട്ട് മഴ പെയ്യും, അല്ല ആലിപ്പഴം വീഴും. പക്ഷെ അത് ഒരു 5-10 മിനിറ്റിനുള്ളിൽ നല്ല വെയിൽ വരികയും ചെയ്യും. ഈ മഴക്കാരൻ്റെ അടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നല്ലോണം പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയാൽ പോകും. അതുകൊണ്ട് അവനിപ്പോൾ അത്യാവശ്യം നല്ല അടിച്ച് മിന്നിച്ചാണ് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു മറ്റേത്ര സ്പീഡിലാണ് പോകുന്നത്. നമ്മുടെ സേഫ്റ്റി നോക്കി തന്നെ, ഇല്ലെങ്കിൽ നമ്മൾ പെടും, അത് ഉറപ്പാണ്. ഇപ്പോൾ രാത്രി ആവറായില്ലേ? രാത്രി ആവറായെന്നല്ല, ഇപ്പോൾ സമയം തന്നെ ഇപ്പം 6:45. 6:45 സമയം. ശ്രീനഗർ ഇനി 55 കിലോമീറ്റർ കൂടി. ദൂരെ കാണുന്നുണ്ടോ മഞ്ഞുമല? വാവ്. അവിടെ അല്ലെങ്കിലും അങ്ങനത്തെ മഞ്ഞുമലയിലോട്ട് പോകൂലോ എന്ന് ഓർക്കുമ്പോൾ
ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ മഴയും ഇതും കാരണം അങ്ങോട്ട് പോകാൻ ഇപ്പം വിടുവോ റോഡ് ഓപ്പൺ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അത് അന്നേരം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലെ പെരും ചൂടിൽ നിന്ന് മഞ്ഞുമല തേടിയുള്ള യാത്രയാണ്. അപ്പം ആ മഞ്ഞുമലയിലോട്ട്, ആ ദൂരെ കാണുന്ന മഞ്ഞുമലയിലോട്ട് നമുക്കും എത്താൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടി കയറി വരുന്നുണ്ട്. ഇപ്പം നേരെ കാണുന്ന മഞ്ഞുമല എനിക്കൊന്ന് കുറച്ച് ക്ലിയർ ആവും തോന്നുന്നു. ഈ ആക്ഷൻ പ്രോയ്ക്ക് ഇത്രേ സൂമിങ് ഇതുള്ളൂ കേട്ടോ. സൂമിങ് കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ, 2x ഉള്ളൂ. സോ ഇത് കൂടുതലായിട്ട് സൂം ചെയ്യാൻ പറ്റത്തില്ല. കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ಸೈಡ್ ಇತ್ತು ನಾನೊಂದು ഒഴിച്ചിട്ട് ആർമിക്കാർ പോകുന്നുണ്ട്. ആർമിക്കാർ ട്രിഗർ റെഡി വെച്ചോണ്ടാണ് വെച്ചേക്കുന്നത്. ട്രിഗറിൽ കൈ വെച്ചോണ്ടിരിക്കുന്നത് റൈഫലിൻ്റെ. ഒറ്റ വെടി ഗിത് 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 എന്ന് പറഞ്ഞിട്ടാണ് തീർന്നു. മാപ്പിൽ ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. മാപ്പിൽ ശ്രീനഗർ ഇനി 60 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. പക്ഷേ റോഡിലെ മൈൽ സ്റ്റോണിൽ കാണിക്കുന്ന 31 കിലോമീറ്ററാണ്. ആർമിക്കാരെ കൂടുതൽ എടുത്തിട്ടില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിങ്ങനെ പോകുന്നത്. അപ്പോൾ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ത്തിനും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത മഴ വന്നു.